ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വചനം നമ്മളിങ്ങനെയാണ് വായിക്കുക. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും ഞങ്ങൾ സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി നിങ്ങളെ അറിയിക്കുന്നു. സന്തോഷം പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, അതായത് ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും കണ്ണുകൾ കൊണ്ട്, ആരുടെ കണ്ണുകൾ കൊണ്ട്? ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും സ്പർശിച്ചനുഭവിച്ചതുമായ ജീവന്റെ വചനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ പ്രഘോഷിക്കപ്പെടുന്നത് ഇതേ ജീവന്റെ വചനമാണ്. ഇത് നമുക്ക് ജീവൻ പകരും, ഇത് നമുക്ക് ശക്തി പകരും. ഈ വചനം നമുക്ക് സൗഖ്യം നൽകും. ഈ വചനം നമ്മുടെ അഭിഷേകം ചെയ്യും. ഹൃദയം തുറന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഈ വചനത്തെ സ്വീകരിക്കുക മാത്രമേ ആവശ്യമുള്ളൂ. നമ്മുടെ ജീവിതങ്ങളെ ഈ ദൈവവചനത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് നിറഞ്ഞ് ഈ ജീവൻ്റെ വചനത്തെ സ്വീകരിക്കാനായിട്ട് നമ്മളെ പര്യാപ്തരാകുമ്പോഴാണ് നമ്മൾ ജീവൻ പ്രാപിക്കുന്നത്, അല്ലേ? അതായത് എസെക്കിയേലിലൊക്കെ ഈ വരണ്ടുണങ്ങിയ അസ്ഥി ജീവൻ പ്രാപിച്ചപ്പോഴാണ്? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിറഞ്ഞപ്പോഴാണ്, വചനം നിറഞ്ഞപ്പോഴാണ്. ഈ ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി നിറഞ്ഞത് ദൈവത്തിൻ്റെ വചനത്താലാണ്. ആ വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആത്മാവ് ഈ പ്രപഞ്ചത്തെ സ്പർശിച്ചപ്പോഴാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളിൽ ഏത് ശൂന്യമായ അനുഭവം ആയിക്കോട്ടെ, ഏത് വരണ്ടുണങ്ങിയ അനുഭവം ആയിക്കോട്ടെ, അവിടേക്ക് ദൈവശക്തി നിറയും. വിശ്വാസത്തോടെ, തീക്ഷ്ണതയോടെ നമ്മൾ ഈ നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപാകടാക്ഷം എൻ്റെ മേലുണ്ടാകണമേ. കർത്താവേ, ഞാൻ പാപിയാണ്, എനിക്കിതെല്ലാം യോഗ്യതയില്ല, ആത്മാവിനാൽ പൂരിതമാകാനായിട്ടുള്ള യോഗ്യത എന്നിലില്ല. പരിശുദ്ധാത്മാവേ, കരുണ തോന്നി എൻ്റെ ഉള്ളിലേക്ക് നിറയണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിൽക്കട്ടെ. മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് നിറയാനുള്ള ദൈവദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവായ ദൈവിക പ്രകാശം എൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ ഇരുളിമയെ സ്പർശിക്കുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള എല്ലാ അന്ധകാരാവൃതമായ അവസ്ഥകളിലേക്ക് അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ശക്തിയാൽ പ്രകാശപൂരിതമാക്കുന്ന ഒരു ദൈവിക ശക്തിയുടെ നിമിഷങ്ങളാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ കൃപ നിറയുന്ന ഒരു സമയമാണ്. ഇരു കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തട്ടെ. എല്ലാവരും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് അടിയറ വെക്കുന്നതിൻ്റെ പ്രതീകമാണ് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഈ അവബോധത്തോടുകൂടെ രണ്ട് കരങ്ങൾ നന്നായിട്ട് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തട്ടെ. ദൈവം താൻ വസിക്കുന്ന സ്വർഗ്ഗത്തിൽ നിന്ന് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വസിക്കുന്ന നിമിഷങ്ങളാണിത്. നമ്മളെ സ്വർഗ്ഗത്തോളം ഉയർത്തുന്ന അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളാണിത്. ഇരു കരങ്ങൾ ഉയർത്തി ശക്തിയോടും തീക്ഷ്ണതയോടും കൂടെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ ഒരു കൂട്ടായ്മയിൽ ആരാധിക്കട്ടെ. സഭയോട് ചേർന്ന് ആരാധിക്കട്ടെ. വിശുദ്ധ ഗണങ്ങളോട് ചേർന്ന് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ജീവിക്കുന്നവനെ, ശക്തനായവനെ, എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞകാല അനുഭവത്തിൻ്റെ വീഴ്ചകളെ, എല്ലാ പരാധീനതകളെ, പരാജയങ്ങളെ, എല്ലാ വൈകല്യങ്ങളെ മറികടക്കുന്ന ഒരു അഭിഷേകമായി ദൈവത്തിൻ്റെ ആത്മശക്തി എന്നിൽ വ്യാപരിക്കാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ മാറുവാൻ, ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, പുതുജീവൻ എന്നിൽ ആവസിക്കുവാൻ ഇപ്പോൾ വന്നു നിറയണമേ. ആരാധന, 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 ആരാധന. പുതുജീവൻ നൽകുന്ന, പുതുശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഒരു പുതു ചൈതന്യമായി എൻ്റെ ജീവിതം മാറുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി മാറുവാൻ ഇപ്പോൾ അവിടുന്ന് ആവസിക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, പുതിയൊരു ജനനം നൽകും
പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഓരോ മനസ്സുകളിലേക്ക് ആത്മാവിന്റെ ശക്തി നിറയട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയട്ടെ. എല്ലാ കുടുംബങ്ങളും ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി ഇപ്പോൾ ആവസിക്കട്ടെ. കൈകൾ താഴ്ത്തി കൈകൾ കൊട്ടി ചേർന്ന് പാടട്ടെ. പരിശുദ്ധാത്മാവിന്റെ നവ്യമായൊരു അഭിഷേകം എല്ലാ വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് നിറയട്ടെ, ഓരോ കുടുംബങ്ങളിൽ നിറയട്ടെ, എല്ലാ നിരീശ്വര ചിന്തകളിൽ നിറയട്ടെ, യുക്തി ചിന്തകരിൽ നിറയട്ടെ, രോഗികളിൽ നിറയട്ടെ, പാപബന്ധങ്ങളിൽ കഴിയുന്നവർ നിറയട്ടെ, ജഡമോഹ ആസക്തികളിൽ ബന്ധിക്കപ്പെട്ടവർ നിറയട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ കൈകൾ ഉയർത്തിക്കൊട്ടി എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. 44:3 വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുകും. നിങ്ങളുടെ മക്കളുടെ മേൽ എന്റെ ആത്മാവും സന്തതികളുടെ മേൽ അനുഗ്രഹവും വചനം നിറവേറട്ടെ. കൈകൾ വീശി ആരാധിച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആത്മാവിന്റെ ശക്തിയാൽ നിറയാനുള്ള ദാഹത്തോടെ സ്തുതിക്കട്ടെ. ഉന്നത ശക്തിയായവനെ ബലഹീനമായ ഞങ്ങളുടെ ജീവിതങ്ങളെ സ്വർഗത്തോളം ഉയർത്തുവാൻ യേശുക്രിസ്തുവിനെ കാലഘട്ടങ്ങളിൽ സാക്ഷിയായ ജീവിതം നയിക്കുവാൻ അഭിഷേകം ചെയ്യണം. ഒട്ടനവധി മക്കളുടെ ജീവിതങ്ങളിലേക്ക് ആത്മശക്തി ഇറങ്ങി വസിക്കുന്നു. അഭിഷേകം നിറയും. യേശുനാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുനാമത്തിൽ അഭിഷേകം വ്യാപരിക്കട്ടെ. യേശുനാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. ആത്മശക്തിയാൽ വിടുതൽ സംഭവിക്കട്ടെ. ആരാധന. കരങ്ങൾ ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് സ്നേഹത്തോടെ ഓരോ ജീവിതത്തിലേക്ക് നിറയട്ടെ. എല്ലാ കുടുംബങ്ങളിലേക്കും നിറയട്ടെ. എന്നിൽ നിറയണമേ, കവിയണമേ പരിശുദ്ധാത്മാവേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണ പരിശുദ്ധാത്മാവേ. കവിഞ്ഞൊഴുകണമേ, നിറഞ്ഞ കവിയണ പരിശുദ്ധാത്മാവേ. നിറഞ്ഞു കവിയണമേ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസാവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന് അരുളിച്ചത് കർത്താവേ. എൻ്റെ ഉള്ളിൽ അങ്ങയുടെ
സാന്നിധ്യത്തിൻ്റെ ശക്തി ദൈവസ്നേഹാനുഭവമായി നിറഞ്ഞ് കാരുണ്യമായി അനേകരിലേക്ക് പ്രവഹിക്കുന്ന സാക്ഷ്യമായി മാറട്ടെ. ഈശോയെ, അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കാൻ ശക്തി തരണേ. അമ്മ മാതാവേ, വിശുദ്ധ യോസേപ്പേ, സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ സാക്ഷ്യമായി മാറാൻ അഭിഷേകം ചെയ്യണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഇരിക്കാം. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ഈ 1-ാം അധ്യായത്തിൽ ഈ 41-ാമത്തെ വചനത്തിൽ ഈശോയെ ആദ്യം അനുഗമിച്ച 2 ശിഷ്യന്മാരിൽ ഒരാളായ അന്ത്രയോസിനെ കുറിച്ച് കാണുന്ന സുന്ദരമായൊരു കാര്യമുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട്, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഈ ശിമയോനാണ് പിന്നീട് കർത്താവ് കേപ്പ പാറ എന്ന് പറഞ്ഞുയർത്തി നിന്റെ മേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് ആദ്യത്തെ മാർപ്പാപ്പയായി ഉയർത്തപ്പെട്ട വ്യക്തി. ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവന്ന ആരാ? അന്ത്രയോസ്. വീണ്ടും ഇതേ അധ്യായത്തിൽ തന്നെ 45-ാം വചനത്തിൽ പീലിപ്പോസിനെ കുറിച്ച് കാണുകയാണ്. ശ്രദ്ധിച്ചോണം. പീലിപ്പോസ് നഥാനേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. അപ്പോൾ നഥാനേൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാവുമോ? ആ സമയത്ത് പീലിപ്പോസ് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈശോ എന്താണോ ആദ്യം തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറഞ്ഞത്, അതേ കാര്യം തന്നെ പീലിപ്പോസ് ഇവിടെ പറഞ്ഞ്, പീലിപ്പോസ് കർത്താവിൻ്റെ ആ ഒരു അഭിഷേകത്തിലേക്ക് ഉയരുകയാണ്. വന്ന് കാണുക. നഥാനിയേൽ ചെന്ന് കർത്താവിനെ കണ്ട് അനുഭവിക്കുകയാണ്. കർത്താവിനെ കണ്ട് യഥാർത്ഥത്തിൽ ലോകരക്ഷകനായ മിശിഹായാണെന്ന് തിരിച്ചറിയുക. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കാലയളവുകളിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, മറിച്ച് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ മാമോദീസ സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവിടുത്തെ പീഡാസഹനത്തിലും സംസ്കാരത്തിലും ഉദ്ധാനത്തിലും എല്ലാം പങ്കുചേർന്ന് സാക്ഷ്യമാകേണ്ട ഒരു ജീവിതമായി രൂപാന്തരപ്പെടേണ്ട ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഈ കാലഘട്ടങ്ങളിൽ വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു സാക്ഷി ജീവിതത്തിൻ്റെ കുറവാണ്. ഈ അന്ത്രയോസും പീലിപ്പോസും ഒക്കെ ചെയ്ത കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. അതായത് അവരെന്താ ചെയ്തത്? അവർ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ, ഓ എൻ്റെ ഈശോ, എൻ്റെ ഈശോ എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് മാത്രം കുത്തിയിരുന്നില്ല. പിന്നെന്താ ചെയ്തത്? അവർ കണ്ടുമുട്ടിയവരോടൊക്കെ പറയാൻ തുടങ്ങി, ഇതേ ഈശോ, ഇതേ ഈശോ, വന്ന് കാണ്. അവർ സംശയത്തോടെ ചോദിക്കുകയാണ്, എവിടെ നന്മയുണ്ടാവോ? അവനൊരു മനുഷ്യനല്ലേ, അവനിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അവനാണോ ക്രിസ്തു? അവൻ പ്രവാചകനായിരിക്കും, അല്ലെങ്കിൽ അവൻ പുതിയൊരു ആശയക്കാരനായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മിശിഹായെ കണ്ടു, നീ വേണേ വന്ന് കണ്ടോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പല രീതിയിൽ പലതിലേക്കും ആകർഷിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു ക്രൈസ്തവ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായിരിക്കുന്നത് നമ്മൾ പ്രാരംഭത്തിൽ കണ്ട വചനം പോലെ, ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ടതും ഞങ്ങൾ സൂക്ഷിച്ച് വീക്ഷിച്ചതും ഞങ്ങൾ സ്പർശിച്ചനുഭവിച്ചതുമായ ഒരു യേശുക്രിസ്തുവിനെ, ആ യേശുക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതിൽ ലജ്ജയുണ്ടാകരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഇടയന്റെ സ്വരത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കുണ്ട്. അതൊരു വൈദികനിലോ ഒരു സന്യസ്തനിലോ മാത്രം നിക്ഷിപ്തമല്ല, മറിച്ച് കാലാകാലങ്ങൾക്കപ്പുറത്തേക്ക് സഭാപിതാക്കന്മാർ മുതൽ 2-ാം വത്തിക്കാൻ സുനകദോസ് വരെ വ്യക്തവും കൃത്യമായിട്ട് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? മാമോദീസ, സ്ഥൈര്യലേപനം എന്നീ കൂദാശകളാൽ മുദ്രിതമായ ഓരോ ക്രൈസ്തവ വിശ്വാസിക്കും അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ യേശുക്രിസ്തു സാക്ഷ്യം വഹിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന്.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാര്യം നമ്മൾ നിർവഹിക്കാതിരുന്നിട്ട്, ഈ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാതിരുന്നിട്ട്, ഈ ചൈതന്യത്തിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിലൂടെയും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലൂടെയും വെളിപ്പെടുത്താതിരുന്നിട്ട് മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എൻ്റെ പിഴ അന്ന് ചങ്കത്തടിച്ച് നിലവിളിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള സമയം നഷ്ടപ്പെടുത്താതെ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള സത്യത്തെ ഓർത്തോണം. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഈശോ കണ്ടെത്തുന്ന സമരിയാക്കാരിയുണ്ട്. 29-ാം വചനത്തിൽ അവൾ പറയുന്ന മനോഹരമായൊരു കാര്യമുണ്ട്. എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു, അവനായിരിക്കുമോ ക്രിസ്തു? നോക്കിക്കേ, അതായത് എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞകാല അനുഭവത്തിൻ്റെ എല്ലാ അവസ്ഥയും എൻ്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വെച്ച ഒരുവൻ, ആരും അറിയാതെ ഞാൻ ചെയ്തിട്ടുള്ള രഹസ്യ പാപങ്ങൾ പോലും അറിയാവുന്ന ഒരുത്തൻ, എന്നിട്ടും എന്നെ വിധിക്കാതെ എൻ്റെ ജീവിതത്തെ അവൻ്റെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് എന്നെ സ്നേഹിച്ച ഒരുത്തൻ, അവൻ്റെ കണ്ണുകളിൽ നിന്ന് പുറപ്പെടുന്ന വിശുദ്ധിയുടെ കിരണങ്ങളിൽ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപാന്തകാരത്തിൻ്റെ അവസ്ഥകൾ മുഴുവൻ ഇല്ലാതായി ഞാൻ പ്രകാശിച്ചു. അതുകൊണ്ട് നിങ്ങൾ വന്നവനെ കാണണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിനെ ഉള്ളിലേക്ക് യഥാർത്ഥത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരു സാക്ഷ്യം വഹിക്കലിൻ്റെ അനിവാര്യത നമുക്കുണ്ട് എന്നുള്ള സത്യത്തെ മറന്നു പോകരുത്. യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ചൈതന്യമായ സ്നേഹത്തെ ഉള്ളിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൽ നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ ഫ്രാൻസിസ് പാപ്പ വൈദികരോട് പോലും ഓർമ്മിപ്പിക്കുന്നത്, കുമ്പസാരക്കുട്ടിൽ യഥാർത്ഥ അനുതാപത്തോടെ അണയുന്ന ഒരു പാപി അവൻ്റെ പാപം മുഴുവൻ പറയാൻ പോലും അനുവദിക്കരുത് എന്ന്. എന്താ കാര്യം? അത്രയും കാരുണ്യത്തിൻ്റെ മുഖമാണ് യേശുക്രിസ്തുവിനെന്ന്. അത്രയും സാഹോദര്യം ഒരു പൗരോഹിത്യ ജീവിതത്തിൻ്റെ ചൈതന്യമായിട്ട് പ്രകാശിപ്പിക്കണമെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കേണ്ടതായ ഒരു ചൈതന്യം എന്ന് പറയുന്നത് ഈ യേശുക്രിസ്തുവിനെയാണ് നമ്മുടെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവോടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ സ്നേഹം കൊണ്ട്, കരുണ കൊണ്ട്, സത്പ്രവൃത്തികൾ കൊണ്ട് അവന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാ. അതാണ് പീലിപ്പോസും അന്ത്രയോസും ആ സമരിയാക്കാരിയൊക്കെ ചെയ്ത കാര്യം. അനുഭവിച്ച കർത്താവിന് സാക്ഷിയായി മാറുന്ന ഒരനുഭവത്തിലേക്ക് വളരുക എന്നുള്ളത്. ഈ ദിവസങ്ങളിൽ ഒരു പ്രോൺശ്യാളം എവിടെ വന്നപ്പോൾ ഞാൻ ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. പരിശുദ്ധാത്മാവ് പറയാണ്, ഒരമ്മയുടെ ഉദരത്തിൽ വെച്ച് ഒരു കുഞ്ഞിനെ ഗർഭചിത്രം നടത്തുന്നത് പോലെ തന്നെയാണ് പൗരോഹിത്യ സന്യസ്ത ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട മക്കളെ അതിൽ നിന്ന് അനുവദിക്കാതെ തടയുന്നതെന്ന് പറഞ്ഞ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ര ഗൗരവതരമായൊരു കാര്യമാണ്. ദൈവം ഈ ലോകത്തിലേക്ക് അയക്കുന്ന, വരും കാലഘട്ടങ്ങളിൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തേണ്ട, രോഗികൾക്ക് സുഖം നൽകേണ്ട, അനേക ജീവിതങ്ങൾക്ക് അഭയമായി മാറേണ്ട ഒട്ടനവധി ജീവിതങ്ങളെ ഉദരത്തിൽ വെച്ച് നശിപ്പിച്ച് കളയുമ്പോൾ നാളെ ഉണ്ടാകേണ്ട വലിയ നന്മകൾ ഇല്ലാണ്ടാവുകയാണ് അല്ലേ? അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന് ധീരതയോടെ സാക്ഷ്യം വഹിക്കേണ്ട, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായി കടന്നു വരേണ്ട ഒരുപാട് ജീവിതങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന വ്യക്തികൾ ആരായാലും പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കണേ. അത് ഉദരത്തിൽ വെച്ച ഒരു കുഞ്ഞിനെ കൊല്ലുന്നതിന് സദൃശാണെന്ന്. അതുകൊണ്ട് മക്കളെ പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് സമൂഹത്തിലുള്ള വ്യക്തികൾ സന്യസ്ത പൗരോഹിത്യ ജീവിതത്തെ ആശ്ലേഷിക്കാനായിട്ട് ഒരുപാട് വ്യക്തികളെ ഒരുക്കണം. ഈ ലോകത്തിലേക്ക് ദൈവത്തിന് ഒരു മനുഷ്യ വ്യക്തിക്ക് നൽകാൻ പറ്റിയ ഏറ്റവും മഹോന്നതമായ സമ്പന്നമായ ഒരു ജീവിതമാണ് പൗരോഹിത്യ സന്യസ്ത ജീവിതം എന്നുള്ള തിരിച്ചറിവ് ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് മക്കളുടെ ഉള്ളിൽ ഉയരട്ടെ. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ സമൂഹത്തിൽ ലഭിക്കേണ്ടതായ ബഹുമാനത്തിന് വേണ്ടിയിട്ടോ ഒരു പൗരോഹിത്യ സന്യസ്ത ജീവിതങ്ങളെ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളായിട്ട് മാറുമ്പോഴാണ് അവരുടെ ജീവിതങ്ങളിൽ ധാർഷ്ട്യവും അസ്വസ്ഥതയും ഒക്കെ ഉടലെടുക്കുക. ജീവിതത്തിൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലായിട്ട് മാറുമ്പോൾ ഒന്നിനൊന്നിന് ഉയർച്ചയും ബഹുമാനവും ലഭിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോഴാ പ്രിയപ്പെട്ടവരെ
പൗരോഹിത്യ സന്യസ്ത ജീവിതത്തിന് അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തിൽ ഇടിവ് സംഭവിക്കുന്നത്. അതിന് ഇട കൊടുക്കരുത്. യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് യാഥാർത്ഥ്യ ചിന്താഗതികളോടുകൂടെ ഒട്ടനവധി മക്കൾ കടന്നു വരട്ടെന്ന്. എന്നാൽ ഈ ലോക ജീവിതത്തിൽ ഒരല്പം കൂടെ ഉയർന്ന ശുശ്രൂഷകൾ നിർവഹിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നെങ്കിൽ യോഗ്യത ഉണ്ടായിട്ടല്ല, പുണ്യം ഉണ്ടായിട്ടല്ല, കുറവുണ്ടായിട്ട് തന്നെയാ. ദൈവമേ, നീ അനുവദിക്കുന്നെങ്കിൽ അതിനെന്നെ യോഗ്യനാക്കണമേ എന്ന് പറഞ്ഞ് ഇതാ ഞാനെന്ന് പറഞ്ഞ് നിന്നുകൊടുക്കാൻ പറ്റുന്ന ഒരു ജീവിതം. ഇവിടെ അത്രമാത്രമേ ഉള്ളൂ പൗരോഹിത്യം. ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയോ പുണ്യപൂർണതയോ കൊണ്ടൊന്നുമല്ല, എൻ്റെ കുടുംബത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടയാൾ ഞാനായതുകൊണ്ടൊന്നുമല്ല, മറിച്ച് എൻ്റെ കുടുംബത്തിൽ രക്ഷപ്പെടാൻ ഏറ്റവും താഴ്ന്ന സാധ്യത എനിക്കായതുകൊണ്ടായിരിക്കും. ദൈവം കരുണയോടെ, സെബാസ്റ്റ്യ നീ വേറെ ഒരു തരത്തിലും രക്ഷപ്പെടിയല്ല, എന്നാൽ എൻ്റെ മോന് പൗരോഹിത്യം ഇരിക്കട്ടെന്ന് പറഞ്ഞ് തന്നതെന്ന് ഞാൻ വിചാരിക്കുന്ന പ്രിയപ്പെട്ടവരെ. അല്ലാണ്ട് പിന്നെ എന്നാ യോഗ്യത ഉണ്ടായിട്ടാ? അമിതമായിട്ടുള്ള പ്രതീക്ഷയോ ചിന്താഗതികളോ ഒന്നും പാവം വൈദികരെക്കുറിച്ചോ സന്യസ്തരെക്കുറിച്ചൊന്നും വെച്ച് പുലർത്തരുതേ. ദൈവമക്കൾ തീക്ഷ്ണതയോടെ ഉയർന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം നിലനിൽക്കുന്ന ജീവിതങ്ങളാണ് ഞങ്ങളുടെയൊക്കെ. ആരൊക്കെയോ കൂട്ടിക്കൊണ്ടുവന്ന് കർത്താവ് തിരഞ്ഞെടുത്ത ജീവിതം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു തോമസ് നിലക്കപ്പള്ളി അച്ഛൻ എൻ്റെ ഇടവകയിൽ വികാരിയായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ അൾത്താര സംഘത്തിലും മറ്റ് ആത്മീയ സംഘടനകളിലുമൊക്കെയുള്ള പങ്കാളിത്തം, വൈദികരോടൊക്കെ പുലർത്തിയ ചില ബന്ധങ്ങൾ, അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ജീവിതത്തിലേക്ക് എന്നെ ആകർഷിച്ചെന്ന് ഞാൻ ഓർക്കുക. അച്ഛനോട് പറയായിരുന്നു, വീരാ നീ അച്ഛനാകാൻ വരണം കേട്ടോ, എൻ്റെ കൂടെ പോരണം, നമ്മുടെ രൂപതയ്ക്ക് തന്നെ പോരണം. അപ്പോൾ നോക്കിക്കേ, ഇതൊക്കെ ഒരു പ്രോത്സാഹനമല്ലേ? ഇതൊക്കെ ഒരു സ്നേഹപൂർവമായ വാക്കല്ലേ? അപ്പം നമ്മൾ ബഹുമാന ആദരവോടുകൂടെ നോക്കിക്കാണുന്ന ചില വ്യക്തികളുടെ സ്നേഹപൂർവമായ ക്ഷണങ്ങൾ നമ്മളെ ചില ജീവിതത്തിലേക്ക് ഇങ്ങനെ നയിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊക്കെ ചില കടമകളിങ്ങനെ ദൈവം ഭരമേൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചില ദൗത്യങ്ങൾ ദൈവം ഇങ്ങനെ നമ്മൾക്ക് തന്നിട്ടുണ്ട്. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നമ്മൾ കണ്ടുമുട്ടിയ ഒരു യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനായിട്ടാണ്. അതിന് അനിവാര്യമായ ഒന്നുണ്ട്. അതെന്താണത്? അതാണ് അന്ത്രയോസ് കണ്ടെത്തിയതുപോലെ ഞാൻ മിശിഹായെ കണ്ടെന്ന് പറയാൻ. ഫിലിപ്പോസ് പറഞ്ഞതുപോലെ ഞാൻ ക്രിസ്തുവിനെ കണ്ടെന്ന് പറയാൻ. അവനെ കാണണമെന്ന്. എങ്ങനെ? അവൻ്റെ ജീവിതത്തെ മുഴുവൻ ഇങ്ങനെ കാണാൻ പറ്റുക. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ മുഖം ദർശിക്കാനായിട്ട് സാധിക്കാതെ മറഞ്ഞിരിക്കുന്ന മോശയെ കാണുന്നുണ്ടില്ലേ? അപ്പൊ നോക്കിക്കേ, ആ ദൈവത്തെ കാണുക. എങ്ങനെ? ദൈവത്തെ കാണുന്നത് ദൈവത്തെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ്, ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ കണ്ടുകൊണ്ട്. അതെന്താണത്? അതാണ് കരുണ കാണിക്കുന്ന സ്വഭാവം, അതാണ് സ്നേഹം പകരുന്ന സ്വഭാവം, അതാണ് ക്ഷമയുടെ മൂർത്തീഭാവമായ സ്വഭാവം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ചൈതന്യത്തെ സ്വന്തമാക്കിയാലുണ്ടല്ലോ, നമ്മൾ സാക്ഷികളായിട്ട് മാറും. ഇവിടെ യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കാനും ജീവിക്കാനും തയ്യാറുള്ള ചങ്കൂറ്റമുണ്ട്, കട്ടയ്ക്ക് സഭയോട് ചേർന്ന് നിൽക്കാനായിട്ട് മനസ്സുള്ള ഒരുപാട് തീക്ഷ്ണതയുള്ള ജീവിതങ്ങൾ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒരുത്തനും നമ്മളെ ആരെയും ചൂണ്ടിക്കൊണ്ട് പോകത്തില്ലെന്ന്, നമ്മുടെ മക്കളെ ആരും വശീകരിച്ചുകൊണ്ട് പോകത്തില്ലെന്നോ. കാരണം അവർ കണ്ടെത്തിയിട്ടുണ്ട് ആരെ? ക്രിസ്തുവിനെ, അവൻ്റെ ചൈതന്യത്തെ. അവനില്ലാതെ ഒരു ജീവിതമില്ലെന്ന്, അവൻ്റെ സഭയല്ലാതെ എനിക്കൊന്നും ഇല്ലെന്ന്, അവനോട് ചേർന്നുള്ള ഒരു ജീവിതത്തില് ഞാൻ യഥാർത്ഥ ലക്ഷ്യത്തില് യഥാർത്ഥ ഭവനത്തിൽ എത്തിച്ചേർന്നുള്ള തിരിച്ചറിവ്, അത് കിട്ടിയാ പിന്നെ അവനെ മുറുകെ പിടിക്കാനുള്ള ഒരു ചങ്കൂറ്റമുണ്ട്, ഒരാത്മബലമുണ്ട്. യുവാക്കളിലും കുട്ടികളിലും വളർന്നു വരേണ്ടത് അതാ. ഈ നാളുകളിൽ അവനെ ചങ്കോട് ചേർത്ത് പിടിക്കണം, അവൻ്റെ സഭയെ ചങ്കോട് ചേർത്ത് പിടിക്കണം നിന്റെ ജീവിതത്തിൽ. എങ്കിൽ നീ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കും. നീ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ലഭിക്കേണ്ട ശക്തി ഇതിനുള്ള ശക്തിയാ. ദൈവമക്കളെ, ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. ദിവ്യകാരുണ്യ സവിതയെ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ശക്തിപ്പെടണം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ ഓരോരുത്തരും ശക്തരാകണം. യോഹന്നാൻ ലേഖനം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, യുവാക്കളെ നിങ്ങൾ ശക്തന്മാരാണ്,
കാരണം ദൈവത്തിൻ്റെ വചനം നിങ്ങളിലുണ്ട്. കണ്ടോ, യുവാക്കൾ ശക്തരാകുന്ന എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനമുണ്ട്. ഈ നാളുകളിൽ വചനമില്ലായ്മ കൊണ്ട്, ഈ നാളുകളിൽ കൂദാശിയുടെ വിശുദ്ധീകരണം ഇല്ലാത്തതുകൊണ്ട് അറിയാതെ ഇങ്ങനെ ശക്തി ചോർന്നു പോകുന്നുണ്ട്. അതൊന്ന് വീണ്ടെടുക്കണം. ഈ ലോകത്തിൽ അവന് സാക്ഷിയായിട്ട് മാറണം. അവന് വേണ്ടി ജീവിക്കാൻ, മരിക്കാൻ തയ്യാറാകുന്ന ഒരു തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിലേക്ക് നിറയ്ക്കണം. ദൈവം ഇതിനുള്ള വലിയ കൃപ നമുക്ക് നൽകട്ടെ. നമുക്ക് ഇന്ന് ദിവ്യകാരുണ്യ സഭയെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ദൈവവിളികളെ കണ്ടെത്താൻ, നമ്മുടെ കുടുംബത്തിലുള്ള മക്കളുടെ യഥാർത്ഥ ദൈവവിളികളെ കണ്ടെത്താൻ, അവരെ ദൈവോന്മുഖരായിട്ട് വളർത്തുവാൻ ഒരു വലിയ അഭിഷേകം നിറയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമേ ആരാധന. ആരാധിക്കട്ടെ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന്. നിത്യവും നിത്യവും ആരാധന. ജീവിക്കുന്നവനായ കർത്താവിനെ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുന്ന നിമിഷങ്ങളാണിത്. വലിയ ദൈവിക ശക്തിയാൽ നമ്മൾ ഓരോരുത്തരും പൂരിതരാകുന്ന സമയമാണിത്. കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കളിലേക്കും അവിടുത്തെ ചൈതന്യം നിറയും. ആരാധിക്കുന്ന ദൈവമക്കളിൽ കർത്താവ് വസിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുവാൻ ഫറവോയോട് മോശ പറയുന്നത്, എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കുവാൻ വേണ്ടി നീ സ്വതന്ത്രരാക്കണമെന്നാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വതന്ത്രരാകുമ്പോഴേ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. നിന്റെ ജീവിതത്തിൽ നീ ആരാധിക്കുമ്പോൾ നിന്റെ ജീവിതം സ്വതന്ത്രമാകും. രോഗത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, അസ്വസ്ഥതയിൽ നിന്ന്, ആസക്തികളിൽ നിന്ന്, നിന്റെ ജീവിതത്തെ ഗ്രസിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് നീ വിമുക്തമാകും. നിന്റെ ജീവിതം ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് മാറട്ടെ. നിന്റെ കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടി നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ദൈവസ്നേഹം നിന്റെ കുടുംബത്തിൽ വലിയ ദൈവിക പ്രകാശമായി നിറയും, വലിയ ദൈവിക വിടുതലായി നിറയും. ഈ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് നിമിഷങ്ങളിൽ. ദൈവത്തെ ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവത്തെ ആരാധിക്കുമ്പോൾ വിടുതൽ സംഭവിക്കും. ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഭവനത്തിന്മേൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിന്മേൽ അവിടുത്തെ കരമുയർത്തും. ആ കെട്ടുകൾ പൊട്ടിച്ചു കളയും. ഇരു കരങ്ങൾ ഉയർത്തട്ടെ. ശക്തിയോടെ കർത്താവിനെ ആരാധിക്കുന്ന സമയം കൂടിയാണിത്. ആ സമയത്താണ് ദിവ്യകാരുണ്യ ആശീർവാദം ലഭിക്കുന്നത്. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മകനെ, മകളെ, സകലതും മറന്ന് നീ ജീവിക്കുന്നവനായ കർത്താവിൻ്റെ മുമ്പിലാണെന്ന് അവബോധത്തോടെ ആരാധിച്ച് ഈ സമയത്ത് നിന്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവിക പ്രകാശത്തിൻ്റെ രശ്മി കടന്നു വരും. അത് നിന്നെ സൗഖ്യപ്പെടുത്താം, അത് നിന്നെ ശക്തിപ്പെടുത്താം, അത് നിനക്ക് വിടുതൽ നൽകാം. നിന്റെ ഉള്ളിലെ അന്ധകാരത നീക്കാം, നിന്റെ ആസക്തികളെ ഇല്ലായ്മ ചെയ്യാം, നിന്റെ ജീവിതത്തിലെ പാപാവസ്ഥകളെ അവിടുത്തെ അഗ്നിക്കിരയാക്കാം. ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അസമാധാനത്തിന്റെ, അസ്വസ്ഥതയുടെ കോട്ടകൾ യേശുനാമത്തിൽ തകരുന്നുണ്ട്. രോഗപീഠകളുടെയും അസ്വസ്ഥ ബന്ധനങ്ങളുടെയും എല്ലാ കെട്ടുകളും അഴിയുന്നുണ്ട്. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുനാമത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഓരോ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവിക പ്രകാശം കടന്നു വരട്ടെ. നല്ല തീരുമാനമെടുക്കാൻ കൃപ ലഭിക്കട്ടെ. സാക്ഷ്യം വഹിക്കാനുള്ള അഭിഷേകം വ്യാപരിക്കട്ടെ. അനേകരെ യേശുക്രിസ്തുവിലേക്ക് ക്ഷണിക്കാനുള്ള കൃപ കിട്ടട്ടെ. നല്ല ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കാൻ അനേക മക്കൾക്ക് അഭിഷേകം കിട്ടട്ടെ. യഥാർത്ഥ ദൈവവിളിയിൽ തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുക്കാനുള്ള അഭിഷേകം വ്യാപരിക്കട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നോ